ചെറിയൊരു കോൺഫിഡൻസ് കുറവ് മൂലം ഞാൻ മാറ്റി വെച്ച ഒരു ഐറ്റാട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനുള്ള എല്ലാ പിന്തുണയും നൽകിയത് വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെയാട്ടോ. പുള്ളിക്കാരൻ വന്ന് നീ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, വേറെ ഒന്നും നോക്കണ്ട, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. വേറെ ഒന്നല്ല, പെരി പെരി ചിക്കൻ റൈസാട്ടോ. എന്തായി തീരുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ കുറച്ച് റോസ്മേരീൻ്റെ ലീവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ടിട്ട് നല്ലോണം വഴറ്റി ചൂട് തണിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ഈ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ബാക്കി നമ്മൾ വെക്കണം, കാരണം റൈസിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ആവശ്യമുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ചിക്കനിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നിങ്ങളുടെ ടൈമിനനുസരിച്ച് വെക്കാം കേട്ടോ. ഇത് എത്രത്തോളം വെക്കുന്നു അത്രയും ഈ ചിക്കനിലേക്ക് മസാല ഇങ്ങനെ പിടിക്കുക കേട്ടോ ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് സമയം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ആദ്യം കുക്കറിൽ വേവിച്ച് അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തത് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ റൈസിനുള്ള സംഭവങ്ങളും ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വേറെ റൈസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും പിന്നെ പച്ച ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച മിക്സും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതൊരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് കറക്റ്റ് വേവ് കിട്ടുക. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ 1 കപ്പ് റൈസാണ് എടുത്തത്, അപ്പോൾ 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ നേരത്തെ കുക്കറിൽ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ആ ചിക്കനിൽ വന്നിട്ടുണ്ടായിരുന്നു, ആ വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെക്കുക, അപ്പോഴേക്കും നമുക്ക് റൈസ് വെന്ത് കിട്ടും. ഇനി ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അതിനായിട്ട് ഇതേപോലെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ചിക്കനിൽ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ റൈസും ചിക്കനും ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യം പറയാലോ, ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും സക്സസ് ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഹസ്ബൻഡിനാണ് കേട്ടോ, കാരണം പുള്ളിക്കാരൻ്റെ ഒരൊറ്റ നിർബന്ധത്തിൻ്റെ പേരിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയും നല്ല ടേസ്റ്റിൽ കിട്ടിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ മയണൈസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചിട്ടോ. എന്നും ഈ ബിരിയാണിയും മന്തിയും ഒക്കെ കഴിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.